നിയമ പോരാട്ടമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാം. കണ്ണൂർ കളക്ടർക്കെതിരെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതും അന്വേഷണ പരിധിയിൽ ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതും അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യമാണ്. ഗൂഢാലോചനയിൽ എല്ലാവർക്കും പങ്കുണ്ട്. അതായത് പ്രശാന്തൻ, പി ദിവ്യ, കളക്ടർ 3 പേർക്ക് ഒരുപോലെ. അതെ, ഒരുപോലെ പങ്കുണ്ട് ഗൂഢാലോചനയിൽ. അതിനകത്ത് ഇനി വേറെ ആളുകൾ വരുന്നുണ്ടോ, ഉൾപ്പെട്ട് വരുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചാലേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. ഈ പി ദിവ്യ ആവശ്യപ്പെട്ട പ്രകാരമാണ് പ്രാദേശിക ചാനൽ പരിപാടി കവർ ചെയ്തത് എന്നതടക്കം നേരത്തെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതും കൂടി ശരിവെക്കും. അതിപ്പം ശരിവെച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ കളക്ടർ റിപ്പോർട്ട് പ്രകാരം കളക്ടർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് എന്തുകൊണ്ടായിരിക്കും കളക്ടർ അദ്ദേഹത്തെ മുറിയിലേക്ക് വന്നു, മുറിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയാം. അതിനെന്തെങ്കിലും സ്വാധീനം സംശയിക്കുന്നുണ്ടോ? സ്വാധീനം തീർച്ചയായിട്ടും കാണും. അല്ലെങ്കിൽ മാറ്റി പിന്നെ മൊഴി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കളക്ടർ. ഇപ്പം ഈ ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് ഇത്രയേറെ വിദ്വേഷം ഇദ്ദേഹത്തോട് തോന്നേണ്ട കാര്യമുണ്ടോ? അതിനുള്ളിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുള്ളതായി സംശയിക്കുകയോ നമുക്ക് മറ്റെന്തെങ്കിലും തെളിവുകളോ? ഇതിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, മറ്റെന്തെങ്കിലും കാരണങ്ങളായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ കാര്യമായിട്ട് മാത്രമായിട്ടൊരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്ന ശേഷം പോരാട്ടം തുടരും, വാമൂടി വയ്ക്കാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പി ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. മേഡം അത് വാർത്തയിലെങ്കിലും കണ്ടിരുന്നു. അതെ, അവർക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. അതിന് മറുപടിയൊന്നും പറയുന്നില്ല. എന്ത് വേണേലും ആകാമല്ലോ. നമുക്ക് ആദ്യഘട്ടത്തിലേ പിന്തുണ നൽകിയിരുന്ന പലരും പിന്നീട് നയം മാറ്റുന്ന, നിലപാട് മാറ്റുന്ന രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? ഞങ്ങൾ ഏതായാലും പിന്നെ ലീഗൽ ബാറ്റിലുമായിട്ട് മുമ്പോട്ട് പോവാം. മാം, ഈ പെട്രോൾ പമ്പിന്റെ വിഷയമല്ലാതെ എപ്പോഴെങ്കിലും നവീൻ ബാബു സാർ വേറെ എന്തെങ്കിലും കാര്യത്തിന് അദ്ദേഹത്തിന്റെ മുകളിൽ സമ്മർദ്ദമുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു? അതെ, മറ്റ് ബന്ധുക്കളോട് പലരോടും ഇതുപോലെ സമ്മർദ്ദമുണ്ടെന്ന് സൂചിപ്പിച്ചതായിട്ട് അറിയുന്നു. അത് ഏത് വിഷയങ്ങൾക്കായിരുന്നു, ഏത് കാര്യങ്ങൾക്കുള്ള അനുമതിക്കായിട്ടായിരുന്നു? അത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു പക്ഷേ അത്തരം കാര്യങ്ങളായിരിക്കുമോ ഇപ്പോൾ ഉള്ള ഈ ഒരു അത്തരം സംഭവങ്ങളിലേക്ക് നയിച്ചത്? അതെ, ആയിരിക്കാം.